ഗുഡ് മോർണിംഗ്. മോർ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഇന്നലെ ഞാൻ അരച്ച് വെച്ച മാവാണേ. അപ്പോൾ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ദോശ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ രാവിലെ ഞാൻ കട്ടൻ ചായ തിളപ്പിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല ഉറക്കം, അതുകൊണ്ടാണ് പതിയെ പറയുന്നത്. അപ്പം നമ്മുടെ ചായ തിളച്ചിട്ടുണ്ട്. നമുക്ക് ചായ നോറ്റിയെടുക്കാം. അമ്പക്കുട്ടൻ എഴുന്നേറ്റിട്ടുണ്ട്. അമ്പക്കുട്ടൻ ഞാൻ എഴുന്നേറ്റുന്നുണ്ട്, അപ്പം എഴുന്നേറ്റ് പോരും. അമ്പക്കുട്ടൻ എൻ്റെ അടുത്തുണ്ട്. അപ്പം ചായക്ക് മധുരമൊക്കെ ഇട്ട് ഞാനപ്പോൾ എനിക്കുള്ള ചായ എടുത്ത് വയ്ക്കുവാണ്. ബാക്കി അടച്ചു വയ്ക്കാം. അപ്പം ഇനി നമുക്ക് തേങ്ങ ഒന്ന് തിരുമണം. അപ്പം ഞാൻ തേങ്ങ തിരുമാൻ പോകുന്നു. ചമ്മന്തിക്കുള്ള ഞാൻ ഉള്ളിയും തേങ്ങയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് ചമ്മന്തി റെഡിയാക്കി എടുക്കാം. എൻ്റെ അടുത്തപ്പോൾ ഒരു കുറുമ്പൻ നിൽപ്പുണ്ട്, അതാണ് ഇടക്കിടക്ക് ഓരോ ഒച്ചകൾ കേൾക്കുന്നത്. അരിക്കാം അമ്പു. അപ്പോൾ നമ്മുടെ ചമ്മന്തിക്കുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കടുകും കൂടി പൊട്ടിക്കാം. അപ്പോൾ കടുക് വറുക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പിന്നെ ചമ്മന്തി ഇവിടെ ഉപ്പൊക്കെ ഇട്ട് റെഡി ആക്കിയിട്ടുണ്ട്. കടുകും കൂടി ഒന്ന് പൊട്ടിച്ചാൽ മതി. അമ്പക്കൂട്ടൻ ചെറിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കപ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ വറുത്ത് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ദോശയും കൂടി ഉണ്ടാക്കണം. അപ്പോൾ ദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ ദോശ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഓരോരോ ദോശയായിട്ട് ഉണ്ടാക്കാം. ഞാനെപ്പോൾ അരച്ചാലും ഉണ്ടല്ലോ മാവ് എനിക്ക് ദോശക്കായിട്ടാണ് കിട്ടുന്നത്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എപ്പോഴും ഇഡ്ഡലി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിക്കും, പക്ഷേ ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റില്ല. ദോശയായിരിക്കും ഉണ്ടാക്കാൻ പറ്റുന്നത്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഒരു ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ദോശ എടുക്കാം. അപ്പോൾ ഒരാൾ കയ്യിലിരുന്ന് പ്രശ്നം ഉണ്ടാക്കുക. അമ്പക്കൂട്ടൻ ഞാൻ എഴുന്നേറ്റ് എന്ന് കാണുമ്പോഴേ എഴുന്നേറ്റ് പോരും. അതെന്താണെന്ന് എനിക്കറിയില്ല. രാവിലെ ഞാൻ എഴുന്നേറ്റ് കഴിയുമ്പോഴേ എൻ്റെ ഒപ്പം എഴുന്നേറ്റ് പോരും. അത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ അവൻ ഉറക്കം വരാനുള്ളൊരു വാശി നിർബന്ധമൊക്കെ ആയിരിക്കും. എങ്ങനെ അറിയണമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അടുത്ത ദോശ ഇട്ടിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ദോശ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അങ്ങനെ ദോശ നമ്മുടെ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അച്ചുക്കുട്ടനപ്പോൾ സ്കൂളിലൊക്കെ പോയിട്ട് അച്ചുക്കുട്ടൻ വണ്ടിയിൽ നിന്ന് നേരത്തെ വന്നായിരുന്നു. പിന്നെ അമ്പക്കുട്ടനെ കുളിപ്പിച്ച്, അമ്പക്കുട്ടനെ ഇപ്പോൾ ഉറക്കമാണ്. അപ്പോൾ എനിക്കിനി ഫുഡ് കഴിക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചോ കമൻറ്റ് ചെയ്യുക. ഫുഡ് കഴിച്ചില്ലെങ്കിൽ വേഗം പോയി എല്ലാവരും ഫുഡൊക്കെ കഴിക്കുക. അപ്പോൾ ഇനി ഞാൻ ഫുഡ് കഴിക്കട്ടെ. ദോശയും ചമ്മന്തി ഫുഡ് കഴിക്കട്ടെ. കാപ്പിപ്പൊടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കോവയ്ക്ക് അരിഞ്ഞു വെച്ചായിരുന്നു. കോവക്കപ്പോൾ ഒരു മെഴുക്ക് പുരട്ടി വെക്കണം. പിന്നെന്താ ഇന്നലത്തെ കറികളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് വെക്കണം. പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. കറികളൊക്കെ ഇന്നലത്തെ കുറച്ച് ഇരിക്കുന്ന കാരണം ഇതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതും കൂടി ഒന്ന് വെച്ചാൽ മതി. പമ്പ് ഉറങ്ങുന്ന ടൈമിൽ എനിക്ക് ഇതും കൂടി ഒന്ന് വെക്കണം. ഞാനിപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയ ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോസ് എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ഇനിയിപ്പോൾ അതും മെഴുകുവരട്ടിയും കൂടി ഒന്ന് വെച്ചാൽ മതി. പിന്നെ എനിക്ക് അമ്പൂസ് ഉണർന്ന് കഴിയുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് നേരം അവൻ്റെ കൂടെയൊക്കെ ഇരുന്ന് കളിച്ചൊക്കെ പോകേണ്ടി ആ സമയമൊക്കെ പോകും. പിന്നെ ഞങ്ങൾക്കൊരു മരിപ്പുണ്ട്. തൊട്ടപ്പുറത്തെ വീട്ടിലൊരപ്പം മരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയും കൂടി ഒന്ന് പോകണം. അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് കാണാനും എല്ലാവർക്കും ബൈ.